എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു സ്ട്രാറ്റജി വീഡിയോ ചെയ്തിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ തവണത്തെ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൽ എത്ര നിയമനങ്ങൾ നടന്നു എന്നതാണ്. ഒരുപാട് കുട്ടികൾ പല തവണയായിട്ട് ഈ ഒരു കാര്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്, വെൻ റാങ്ക് ലിസ്റ്റ് കെയിം ഇൻ ടു എഫക്റ്റ്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് വരെ ഉണ്ട് എന്നുള്ള കാര്യമാണ്, റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അപ് ടു. സോ മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ എത്ര അപ്പോയിൻമെൻറ്റ് നടന്നു, ഹൗ മെനി അപ്പോയിൻമെൻറ്റ് സോ ഫാർ. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി നിങ്ങൾ ടെലിഗ്രാമിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഓഫർ പ്രൈസിൽ നിങ്ങൾക്കത് ലഭ്യമാവുന്നതാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ, അതായത് 2021 നോട്ടിഫിക്കേഷൻ വന്ന് 2022 ഫെബ്രുവരിയിൽ നടന്ന ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത്, വെൻ ദാറ്റ് റാങ്ക് ലിസ്റ്റ് കെയിം ഇൻ ടു എഫക്റ്റ്. സോ 2022 ജൂലൈ മാസത്തിലാണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത്. സോ ദാറ്റ് റാങ്ക് ലിസ്റ്റ് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ ജൂലൈ 2022. സോ അടുത്ത് നമ്മൾ അറിയേണ്ടത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് വരെ ഉണ്ടെന്ന കാര്യമാണ്. സോ 2021 നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റ് പേജിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമോ അല്ലെങ്കിൽ ഫ്രഷ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയമോ ഏതാണോ ആദ്യം വരുന്നത്. സോ ജൂലൈ 2022 സ്റ്റാർട്ട് ചെയ്ത റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത് ജൂലൈ 2024. സോ അസ് ഓഫ് നോ ആ റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആണ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ എത്ര പേർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. സോ ലോജിക്കലായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ജൂലൈ 2024 വരെ വാലിഡ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയും അപ്പോയിൻമെൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അസ് ഓഫ് നൗ ഫെബ്രുവരി വരെയുള്ള അപ്പോയിൻമെൻറ്റ് നമ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും അത് കൂടാം. സോ നമുക്ക് കിട്ടിയ അറിവുകൾ വെച്ച് അസ് ഓഫ് നൗ മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് കൂടി ചേർത്ത് ഇതുവരെ ഏകദേശം 80-നും 85-നും ഇടയ്ക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എക്സാക്ട് അപ്പോയിൻമെൻറ്റ്സ് എത്രയാണെന്ന് നമുക്കറിയില്ല. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാലിഡിറ്റി ജൂലൈ 2024 വരെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി അപ്പോയിൻമെൻറ്റ്സ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു പ്രൊസീജിയറിനെ പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. സോ 2021 നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്നത് 55 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ്. സോ അതിലും കൂടുതൽ അപ്പോയിൻമെൻറ്റ്സ് എന്തായാലും നടന്നിട്ടുണ്ട്. സോ ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അപ്പോയിൻമെൻറ്റ്സ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.